നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾക്കൊടുവിൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനൻ എന്ന പദവിയിൽ ശ്രീകോവിലിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ക്ഷേത്രം ഭക്തർക്കായി തുറന്നു. നാളെ മുതൽ പൊതുജനങ്ങൾക്ക് ദർശനത്തിന് അനുമതിയുണ്ട്. ക്ഷണിക്കപ്പെട്ട 7000 പേർക്കായിരുന്നു ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. എങ്ങും രാമമന്ത്രം. പുതിയ രാമക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ പ്രധാനമന്ത്രി പ്രവേശിച്ചു. മുഖ്യ യജമാനായി നരേന്ദ്രമോദിയെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് സ്വീകരിച്ചു. ഇതോടെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ തുടങ്ങിയത്. മണിക്ക് തുടങ്ങിയ വൈദിക ചടങ്ങുകൾ വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് ദേവചൈതന്യം രാംലല്ലയിലേക്ക് സന്നിവേശിപ്പിക്കുന്ന നിർണായക നിമിഷത്തിലെത്തി. 12:29 12:31 ഇടയിലുള്ള 84 സെക്കൻഡായിരുന്നു അഭിജിത്ത് മുഹൂർത്തം. മുഖ്യ യജമാനന്റെ അനുജ്ഞ വാങ്ങി വേദമന്ത്രോച്ചാരണങ്ങൾക്കിടെ രാംലല്ലയെ ചൈതന്യവത്താക്കി. ക്ഷേത്രത്തിൽ മംഗളവാദ്യങ്ങൾ മുഴങ്ങി. പ്രധാനമന്ത്രിയെ കൂടാതെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, RSS സർസംഘ ചാലക് മോഹൻ ഭാഗവത്, മഹന്ത് നൃത്തഗോപാൽ ദാസ് എന്നിവരും ശ്രീകോവിലിൽ ഉണ്ടായിരുന്നു. തുടർന്ന് മഹാ ആരതിയും നടന്നു. നേരത്തെ 50 കലാകാരന്മാരുടെ മംഗളവാദ്യമേളത്തോടെയാണ് 2 മണിക്കൂർ നീണ്ട ചടങ്ങുകൾ തുടങ്ങിയത്. പിന്നീട് പ്രധാനമന്ത്രി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരവാതിൽ ഭക്തർക്കായി തുറന്നുകൊടുത്തു. അയോധ്യയിലെ പുതിയ ക്ഷേത്രത്തിൽ രാംലല്ല മിഴി തുറന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനട ഭക്തർക്കായി തുറന്നുകൊടുത്തു. പ്രധാനമന്ത്രി മുഖ്യ യജമാനായി എന്ന പ്രത്യേകതയും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കുണ്ട്. അയോധ്യയിലെ റാംപഥിൽ നിന്നും ക്യാമറമാൻ VS രാഹുലിനൊപ്പം S വിജയകുമാർ, 24. അയോധ്യയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി R രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നാളെ മുതലാണ് ദർശനം ആരംഭിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള 5 യജമാനന്മാരുടെ പ്രധാനമന്ത്രിയായിരുന്നു മുഖ്യ യജമാനായി പങ്കെടുത്തത്. ഈ ക്ഷേത്രത്തിലെ ഈ സാധാരണ ദിവസത്തിലുള്ള പൂജകൾ അത് ആരംഭിച്ചിരിക്കുകയാണ്. പുരാതനമായിട്ട് ഇവിടെ ഒരു ക്ഷേത്രത്തിന്റെ പഴയ ക്ഷേത്രം ഇവിടെ നിലനിന്നിരുന്നു. ആ ക്ഷേത്രത്തിൽ പൂജകളൊക്കെ നടന്ന് വന്നിരുന്നു. ആ താൽക്കാലിക ക്ഷേത്രത്തിലെ പൂജകൾ എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ് ഈ പുതിയ ശ്രീരാമക്ഷേത്രത്തിലും ഈ ഉണ്ടാവുക. നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. मैम आपका नाम क्या है? मेरा नाम रीता सिंह है। आप किधर से आए? आप कैसे लग रहे हैं? हम मुंबई से आए हैं। बहुत सुंदर लग रहा है। 500 साल बरस बाद ये दिन आया है। राम जी अपने टेंट से निकल के अपने राजभवन में पहुंचे हैं। टाट में थे, आज ठाट में पहुंचे हैं। 14 साल उन्होंने वनवास था। आज ऐसा लग रहा है कि हम सनातनियों का स्वप्न साकार हो गया। कैसे है रामलला? कैसे है रामलला? बहुत सुंदर, मनमोहित। देख के लग रहा था कि उनको गोद में खिला लें अपने राम जी को। इतना सुंदर भव्य दिव्य मंदिर सजा है. തീർച്ചയായിട്ടും ഈ ശ്രീരാമക്ഷേത്രത്തിൽ എത്തുന്ന ഇപ്പോൾ ദർശനം പൂർത്തിയാക്കിയ എല്ലാവരും എടുത്തു പറയുന്ന ഒന്ന് രാംലല്ലയുടെ പ്രത്യേകതയാണ്. പഴയ രാംലല്ല, അതായത് താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ലയേക്കാൾ വ്യത്യസ്തം എന്നുള്ളത് ഈ നീളത്തിലുള്ള വ്യത്യാസമാണ്. പഴയ രാംലല്ല, അതായത് താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ലയ്ക്ക് നീളം കുറവായിരുന്നു. വളരെ ചെറിയ രൂപമായിരുന്നു ആ താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ ക്ഷേത്രത്തിലെ രാംലല്ല വലിയ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ എത്തുന്ന ഭക്തർ ചൂണ്ടിക്കാട്ടുന്നത്. ക്ഷേത്രത്തിലെ ദർശനമടക്കമുള്ളവ നാളെ മുതൽ തന്നെ പതിവ് പോലെ എങ്ങനെയായിരുന്നു താൽക്കാലിക ക്ഷേത്രത്തിൽ അത് ആ രീതിയിൽ തന്നെ ആരംഭിക്കുന്നു. ഒരു പ്രത്യേകത, നാളെ മുതൽ 2 പതിറ്റാണ്ടായിട്ട് ഈ താൽക്കാലിക ക്ഷേത്രത്തിന്റെ നിയന്ത്രണങ്ങൾ നിർവഹിച്ചു വന്നിരുന്നത് CRPF ആണെങ്കിൽ നാളെ മുതൽ അത് മാറുകയാണ്. പുതിയ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക സംഘം നിരീക്ഷണത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനായിട്ട് പോകുന്നു. ഈ നിയന്ത്രണം
ഏറ്റെടുക്കുന്നു എങ്കിലും അടുത്ത ഏതാനും ആഴ്ചകൾ കൂടി CRPF ഇവിടെ തുടരും. അങ്ങനെ വലിയ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്, അത്യാധുനികമായിട്ടുള്ള ക്യാമറ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അയോധ്യയിലെ പുതിയ ശ്രീരാമക്ഷേത്രം അങ്ങനെ ദർശന സജ്ജമായിരിക്കുകയാണ്. 3 നിലകളാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ 2 നിലകളാണ് ഇപ്പോൾ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുന്നത്. 3ാമത്തെ നില 2024 ജൂലൈ മാസത്തിൽ പൂർത്തീകരിക്കുന്നതോടെ ക്ഷേത്രത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാകും എന്നുള്ളതാണ് ട്രസ്റ്റ് അവകാശപ്പെടുന്നത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ശ്രീരാമക്ഷേത്രത്തിൽ നാളെ രാവിലെ മുതൽ തന്നെ ദർശനം ആരംഭിക്കും. ആയിരക്കണക്കിന് ആളുകൾ അയോധ്യ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങുന്നവർ രാവിലെ മുതൽ തന്നെ ഈ ദർശനത്തിനായിട്ട് ഇങ്ങോട്ട് എത്തിച്ചേരും. ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24. പ്രധാനമന്ത്രി സൂര്യോദയ യോജന പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ. 1 കോടി വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം താനെടുക്കുന്ന ആദ്യ തീരുമാനമെന്ന പേരിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി പ്രഖ്യാപിച്ചത്. R. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനം എന്നത് വ്യക്തമല്ലേ? തീർച്ചയായിട്ടും അനുജ, അതിന് ഈ ഒരു അവസരം കൂടി തെരഞ്ഞെടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രത്യേകമായും അദ്ദേഹം ഇത് ട്വിറ്ററിലൂടെ അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റിലൂടെ അറിയിക്കുമ്പോൾ ആദ്യം അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ എല്ലാ ഭക്തജനങ്ങൾക്കും സൂര്യവംശിയായ ശ്രീരാമന്റെ പ്രകാശത്തിൽ നിന്ന് എപ്പോഴും ഊർജ്ജം ലഭിക്കുന്നു. ഇന്ന് ഈ അയോധ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം താൻ എടുക്കുന്ന ആദ്യ തീരുമാനമാണ് ഈ പദ്ധതിയുടെ പ്രഖ്യാപനം എന്നുള്ളതാണ്. അതായത് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ഇതിലൂടെ ലക്ഷ്യമിടുന്നത് 1 കോടി വീടുകളുടെ റൂഫ് ടോപ്പുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കുക, ഒപ്പം തന്നെ ഈ പാവപ്പെട്ടവരുടെ വൈദ്യുത ബിൽ പ്രതിസന്ധി അത് കുറയ്ക്കുക, ഊർജ്ജ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു പദ്ധതി, അതിന്റെ പ്രഖ്യാപനം ഈ ഒരു അവസരത്തിൽ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ കൂടി കൂടുതൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പദ്ധതിയുടെ പ്രഖ്യാപനം കൂടിയാണ് പ്രധാനമന്ത്രി ഈ അവസരത്തിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 1 കോടി വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പാനൽ സ്ഥാപിക്കുക ലക്ഷ്യം. അതാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന പദ്ധതി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് BJP രാഷ്ട്രീയവത്കരിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ബദൽ പരിപാടികൾ സംഘടിപ്പിച്ചു. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് സർവ്വമത റാലി സംഘടിപ്പിച്ചു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ശോഭായാത്ര നടത്തി. BJPയുടെ രാഷ്ട്രീയ പരിപാടി എന്ന വിമർശനത്തോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിച്ചത്. രാമനെയോ രാമക്ഷേത്രത്തെയോ എതിർക്കുന്നില്ലെന്ന് ആവർത്തിച്ച പാർട്ടികൾ നിലപാട് വ്യക്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ആം ആദ്മിയുടെ ശോഭായാത്രയ്ക്ക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം നൽകി. ഐക്യസന്ദേശം മുൻനിർത്തിയാണ് പശ്ചിമബംഗാളിൽ മമതാ ബാനർജി സർവ്വമത റാലി നടത്തിയത്. കാളിക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ വിവിധ മതവിഭാഗങ്ങളിലെ പുരോഹിതർ പങ്കെടുത്തു. BJP സ്ത്രീവിരുദ്ധ പാർട്ടിയാണെന്നും അതുകൊണ്ടാണ് സീതാദേവിയെക്കുറിച്ച് പരാമർശിക്കാത്തതെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി വിമർശിച്ചു. രാമനെ ആരാധിക്കുന്നതിനോട് താൻ എതിരല്ല, എന്നാൽ അതിന്റെ പേരിൽ മറ്റൊരാളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ അനുവദിക്കില്ലെന്നും മമത. তোমরা সীতাদেবীর নামটা তো একবারও বলো না, তার মানে কি অ্যান্টি উইমেন? আরও অ্যান্টি উইমেন। সীতা না থাকলে রাম হয় না, আর কৌশল্যা দেবী না থাকলে, মা না থাকলে রামের জন্ম হয় না. മഹാരാഷ്ട്ര നാസിക്കിലെ കലാറാം ക്ഷേത്രത്തിൽ ഉദ്ധവ് താക്കറെയുടെ പ്രാർത്ഥനയും മഹാ ആരതിയും നടന്നു. CPIM-ഉം CPI-യും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. 24 ഡൽഹി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് കേന്ദ്ര സർക്കാർ പരിപാടിയാക്കി മാറ്റിയതിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 1 മതത്തെ മാത്രം ഉയർത്തിപ്പിടിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കുറുക്കുവഴികളാണ് സംഘപരിവാർ തേടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി വിമർശിച്ചു. സർക്കാർ 1 മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതോ 1 മതത്തെ ഉയർത്തിക്കാട്ടുന്നതോ ശരിയല്ല. 1 മതത്തിന്റെ മാത്രം ആരാധനാലയത്തിന്റെ ഉദ്ഘാടനം രാജ്യത്തിന്റെ പരിപാടിയായി ആഘോഷിക്കുന്നു. അയോധ്യയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാതെ മതനിരപേക്ഷതയോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. As those who have pledged to preserve and protect our constitution, let us reaffirm our commitment to its secular character by declining to participate in the event, upholding our constitutional responsibilities. Let this serve as an opportunity to promote harmony and the spirit of common brotherhood amongst all the people of India, transcending religious, linguistic and regional or sectional diversities.
രാമൻ സഹിഷ്ണുതയെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ബാബറി മസ്ജിദ് പൊളിച്ചതിന് വിശ്വാസികളോട് മാപ്പ് പറയുമോ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മോദി ഒരുമയുടെ വെളിച്ചം കെടുത്തിയ കുറ്റവാളിയെന്നും വിമർശനം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യം വെക്കുന്ന സംഘപരിവാറിന് ദിശാബോധമുള്ള രാഷ്ട്രീയം പറയാനില്ലെന്നും കുറുക്കുവഴികൾ മാത്രമാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ പ്രതിഷേധ പരിപാടികൾ നടന്നു. കോഴിക്കോട് NITയിൽ അയോധ്യ വിരുദ്ധ പോസ്റ്ററിനെ ചൊല്ലി വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായി. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ച് NSS ആസ്ഥാനത്ത് ദീപം തെളിയിച്ച് പ്രാർത്ഥന നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കോട്ടയത്ത് KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നിൽ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നതിനെ ചൊല്ലി തർക്കം. സംഘർഷ സാധ്യതയുള്ളതിനാൽ പോലീസ് സ്ഥലത്തെത്തി. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, എന്താണ് സംഭവിച്ചത്? നിലവിലെ അവസ്ഥ എന്താണ്? നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. വൈകുന്നേരത്തോടു കൂടിയാണ് ഈ രാം കെ നാം എന്ന് പറയുന്ന ഡോക്യുമെന്ററി KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ ഗേറ്റിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത് പ്രദേശത്തുണ്ടായിരുന്ന BJP പ്രവർത്തകർ തടയുകയായിരുന്നു. തുടർന്ന് വാക്കേറ്റമുണ്ടായി. ഇതിനുശേഷം തൊട്ടു പിന്നാലെ പോലീസ് എത്തി ഈ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിച്ചു. വിദ്യാർത്ഥികളോട് ഈ ഡോക്യുമെന്ററി പ്രദർശനം അവിടെ നിന്ന് മാറ്റണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് വിദ്യാർത്ഥികൾ ഇത് ഗേറ്റിനുള്ളിലേക്ക് മാറ്റിയെങ്കിലും വീണ്ടും പ്രതിഷേധം BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വന്നു. അതേ തുടർന്ന് വിദ്യാർത്ഥികൾ ഇത് ക്യാൻറ്റീനിന്റെ അടുത്തേക്ക് ഈ പ്രദർശനം മാറ്റുകയായിരുന്നു. എന്തായാലും പോലീസ് ഇടപെട്ട നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു നേരത്തെ അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അവിടെ BJP പ്രവർത്തകരുടെ പായസം വിതരണമൊക്കെ നടന്നിരുന്നു. അതിനുശേഷമാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഒരു ഡോക്യുമെന്ററി പ്രദർശനം കൂടി സംഘടിപ്പിച്ചത്. ഇതാണ് പ്രകോപനത്തിന് കാരണമായത്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. അനുജ. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. ആളുകളെ തമ്മിലടുപ്പിച്ച് വോട്ട് നേടുകയാണ് BJPയുടെ ലക്ഷ്യമെന്ന് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം. രാമക്ഷേത്ര നിർമ്മാണം ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതിന്റെ തുടക്കമാണ്. ഒരു പ്രത്യേക വിഭാഗത്തെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ഓരോ നിയമം കൊണ്ടുവരികയാണെന്നും ഉമർ ഫൈസി മുക്കം വിമർശിച്ചു. ഇവിടെ രാജ്യഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് കാണുന്ന തന്ത്രം ഒന്നതാണ്, തമ്മിലടിപ്പിക്കുക. ആ ഭാഗത്തിൻ്റെ ആളുകളായി അവിടെ വോട്ട് വാങ്ങുക എന്നുള്ളതാണ്. അതെന്ത് അനീതിയായാലും വേണ്ടില്ല, മനുഷ്യ മൂല്യങ്ങൾക്കൊക്കെ എതിരായാലും വേണ്ടില്ല എന്ന നിലയ്ക്കുള്ള പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിനെതിരെ കേരള സർക്കാർ നടത്തുന്ന പ്രതിഷേധ ജാഥയിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് ക്ഷണം. മന്ത്രി P രാജീവ് ചെന്നൈയിൽ നേരിട്ടെത്തിയാണ് MK സ്റ്റാലിനെ ക്ഷണിച്ചത്. കേന്ദ്ര നയങ്ങളെ യോജിച്ചെതിർക്കേണ്ടത് അനിവാര്യമെന്ന് MK സ്റ്റാലിൻ അഭിപ്രായപ്പെട്ടു. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, യോജിച്ചെതിർക്കണം എന്നത് MK സ്റ്റാലിൻ പറയുമ്പോൾ അദ്ദേഹം പങ്കെടുക്കുമോ? ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത്. എന്തായാലും ധനപരമായി സംസ്ഥാന സർക്കാരുകളെ ഞെരുക്കുന്ന ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ യോജിച്ചുള്ള പോരാട്ടം തന്നെയാണ് ആവശ്യം എന്നുള്ളതാണ് MK സ്റ്റാലിൻ എന്തായാലും മന്ത്രി P രാജീവുമായി കൂടിക്കാഴ്ചയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഫെബ്രുവരി 8-ാം തീയതിയാണ് ഈ ഒരു സമരം നടക്കുന്നത്. ആ സമരത്തിൽ എന്തായാലും MK സ്റ്റാലിനും പങ്കെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ വൈകിട്ടോടു കൂടിയാണ് MK സ്റ്റാലിനെ നേരിട്ട് കണ്ട് P രാജീവ് മന്ത്രി ക്ഷണം ഈ സമരത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുള്ള മറുപടിയായാണ് അദ്ദേഹം എന്തായാലും ഈ രീതിയിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ എന്തായാലും എതിർക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് ന്യായമായും കിട്ടേണ്ട വിഹിതം തടഞ്ഞു വെക്കുകയാണ് ഈ പറഞ്ഞ രീതിയിൽ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. പദ്ധതി വിഹിതം, അതുപോലെ തന്നെ നികുതി വിഹിതം, റവന്യൂ കമ്മി കുറയ്ക്കുന്ന ഉൾപ്പെടെയുള്ള സഹായങ്ങൾ, അങ്ങനെയുള്ള എല്ലാ തലത്തിലുള്ള സംസ്ഥാന സർക്കാരുകൾക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ വെട്ടിക്കുറയ്ക്കുന്ന നിലപാടാണ്, അല്ലെങ്കിൽ തടഞ്ഞു വെക്കുന്ന നിലപാടാണ് കേന്ദ്രം ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ യോജിച്ചുള്ള പ്രതിഷേധം എന്തായാലും അനിവാര്യമാണ് എന്നുള്ളൊരു നിലപാടാണ് എന്തായാലും MK സ്റ്റാലിൻ സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഫെബ്രുവരി 8-ന് നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുജ, ശരി. അടുത്ത മാസം 8-ന് ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്രവിരുദ്ധ സമരത്തിലാണ് പങ്കെടുക്കാനായുള്ള ക്ഷണം MK സ്റ്റാലിന് ലഭിച്ചത്. നേരിട്ട് ചെന്നൈയിലെത്തി മന്ത്രി P രാജീവാണ് ക്ഷണിച്ചത്. യോജിച്ചെതിർക്കണം എന്നതാണ് സ്റ്റാലിന്റെ പ്രതികരണം. അദ്ദേഹം പങ്കെടുത്തേക്കുമെന്ന സൂചനയാണിത് എന്ന വിവരമാണ് മനേഷ് മൂർത്തി നൽകിയത്. കൊല്ലം പരവൂരിൽ ആത്മഹത്യ ചെയ്ത അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ S അനീഷയുടെ ശബ്ദരേഖ പുറത്ത്. ഉദ്യോഗസ്ഥരിൽ നിന്ന് മാനസിക പീഡനം നേരിട്ടെന്നും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നുമാണ് അനീഷ്യ പറയുന്നത്. ഇന്നലെയാണ് അനീഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിന്ന് ഭയങ്കരമായ മാനസിക സംഘർഷം ഉണ്ടായി. ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഒരുത്തിന് കോടതി വരാതിരിക്കാൻ ലീവ് എടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നെ ഇട്ട്
ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ച് എന്നെ ഹരാസ് ചെയ്ത് ഈ നശിച്ച ലോകത്ത് ഞാൻ എന്തിനും ജീവിക്കണം? സത്യത്തിന് നീതിക്ക് ഒരു വിലയില്ലാത്തടുത്ത് ഞാൻ എന്തിനാ ഇനി നിൽക്കുന്നത്? എനിക്ക് അത്രയും പ്രഷർ എടുത്ത് വെക്കാൻ പറ്റുന്നില്ല. അരുൺരാജ് വിവരങ്ങളുമായി. അരുൺരാജ്, ഇതിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദരേഖയിൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ പോലീസ് ഇതിന്മേൽ കൂടുതൽ അന്വേഷണം നടത്തിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അനുജ, പുറത്തു വന്നത് 6ഓളം ശബ്ദരേഖകളാണ്. ഈ ശബ്ദരേഖകളിൽ തന്റെ ജോലി സ്ഥലത്ത് തനിക്ക് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ഏൽക്കേണ്ടി വരുന്നുവെന്ന് അനീഷ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെയാണ് അനീഷ ഈ വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അനീഷയെ. തുടർന്നാണ് പോലീസ് ഈ ഫോൺ സന്ദേശങ്ങളടക്കം പരിശോധിച്ചത്. അതിനു മുമ്പ് സുഹൃത്തുക്കൾക്ക് അയച്ച ഫോൺ സന്ദേശത്തിലാണ് ഈ മാനസിക സമ്മർദ്ദം വളരെ വലുതായിരുന്നു തനിക്ക് ഉണ്ടായിരുന്നത്. ജോലി സ്ഥലത്തെ പ്രകടനം വിലയിരുത്തുന്ന കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ജൂനിയർമാരുടെ മുന്നിൽ വെച്ച് പരസ്യമാക്കി തന്നെ മേലുദ്യോഗസ്ഥൻ അപമാനിച്ചു എന്നടക്കം അനീഷ പറയുന്നുണ്ട്. നിരന്തരമായ മാനസിക പീഡനമാണ് തനിക്ക് ഏൽക്കേണ്ടി വരുന്നത്. തനിക്ക് ഇനി ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്ന് അനീഷ വ്യക്തമാക്കുന്നു. ഇതിന് പിന്നാലെ ആത്മഹത്യ ചെയ്യുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അനീഷ ഈ ഒരു വിടവാങ്ങൽ കുറിപ്പും ഒരു സ്റ്റാറ്റസും ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും അടക്കം ഇടുകയും ചെയ്തു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഈ ഡയറി കുറിപ്പുകളടക്കം ഇപ്പോൾ പോലീസിന്റെ പക്കലുണ്ട്. അനീഷയ്ക്ക് ജോലി സ്ഥലത്ത് നിൽക്കേണ്ടി വന്നത് കടുത്ത മാനസിക സമ്മർദ്ദമാണ് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോ ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചോ കൂടുതൽ വിവരങ്ങൾ ഉണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ച് വരികയാണ്. കാരണം ഈ ഡയറി കുറിപ്പുകൾ പൂർണ്ണമായി ഇപ്പോൾ പോലീസിന്റെ പക്കൽ മാത്രമാണ് അനുജ ഉള്ളത്. നിലവിൽ അനീഷയുടെ ബന്ധുക്കൾ തന്നെ ആരോപിക്കുന്നത് ഈ ജോലി സ്ഥലത്തെ പീഡനം അനീഷയെ വല്ലാത്ത രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളിലേക്കടക്കം കാര്യങ്ങളെ എത്തിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ആത്മഹത്യ ചെയ്ത പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യയിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. അടുത്ത വാർത്തയിലേക്ക്. രാഹുലിന് നോ എൻട്രി. അസമിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ ക്ഷേത്ര ദർശനത്തിനെത്തിയ രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ പൂർത്തിയായ ശേഷമേ പ്രവേശനം അനുവദിക്കുമെന്ന് പോലീസ് അറിയിച്ചതോടെ നേതാക്കൾ പ്രതിഷേധിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്ര മേഘാലയയിൽ പ്രവേശിച്ചു. ഭട്ടദ്രവ സത്രം സന്ദർശിക്കാൻ പുറപ്പെട്ട രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും ഏറെ അകലെ വെച്ച് തന്നെ അസം പോലീസ് തടഞ്ഞു. വിശ്വാസികളുടെ തിരക്ക് കണക്കിലെടുത്ത് രാഹുലിന് 3 മണിക്ക് ശേഷമേ സന്ദർശനാനുമതി നൽകൂ എന്ന് അധികൃതർ അറിയിച്ചതായി പോലീസ് വിശദീകരിച്ചു. സ്ഥലം എംപിയായ ഗൗരവ് ഗൊഗോയ്ക്ക് മാത്രം പ്രവേശനം അനുവദിക്കാമെന്ന് പോലീസ്. തുടർന്ന് പോലീസും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി. എന്ത് തെറ്റിന്റെ പേരിലാണ് തന്നെ തടഞ്ഞതെന്ന് രാഹുൽ ചോദിച്ചു. രാഹുൽ അടക്കമുള്ള നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. രാഹുലിനെ തടഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെയും നിർദ്ദേശപ്രകാരമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മോഡി തീരുമാനിക്കുന്ന ആൾ മാത്രം അമ്പലത്തിൽ പോയാൽ മതി, അവർ മാത്രം പൂജ നടത്തിയാൽ മതി, അവർ മാത്രം ദേവനെ തൊഴുതാൽ മതി. ഇത് ദൈവത്തിന്റെ മുട്ടം കുത്താവകാശം ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഗൗരവ് ഗൊഗോയ് ദർശനം നടത്തി പ്രസാദവുമായി എത്തിയതോടെ മുൻ നിശ്ചയിച്ച സമയക്രമത്തിൽ യാത്രയുമായി മുന്നോട്ടു പോകാൻ രാഹുൽ തീരുമാനിച്ചു. ജോരാബത്ത് അതിർത്തി വഴി ഭാരത് ജോഡോ ന്യായ് യാത്ര മേഘാലയയിൽ പ്രവേശിച്ചു. നാളെ അസമിൽ തിരിച്ചെത്തുന്ന യാത്രയ്ക്ക് ഗുവാഹത്തി നഗരത്തിൽ പ്രവേശിക്കാൻ ഇതുവരെയും അനുമതി ലഭിച്ചിട്ടില്ല. 24 ഡൽഹി. തിരുവനന്തപുരത്ത് സീറോ മലബാർ സഭ അധ്യക്ഷനൊരുക്കിയ സ്വീകരണ വേദിയിൽ യുവാക്കളുടെ വിദേശ കുടിയേറ്റത്തെ ചൊല്ലി വാദപ്രതിവാദം. യുവാക്കൾ നാട് വിടുന്നത് തടയാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. അതേ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയും നൽകി. യുവാക്കൾ കേരളം വിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ദൈവത്തിന്റെ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ കഴിയില്ലെന്ന തോന്നലാണ് യുവാക്കൾക്ക്. ഇത് സീറോ മലബാർ സഭയുടെ മാത്രം പ്രശ്നമല്ല, യുവജനങ്ങളുടെ മൊത്തത്തിലുള്ള ആശങ്കയെന്നും ജോസഫ് പെരുന്തോട്ടം. ദൈവത്തിന്റെ ഈ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇന്ന് പലരുടെയും മനസ്സിൽ തളം കെട്ടി നിൽക്കുകയാണ്. അതിനാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെങ്കിലും പോകണമെന്നുള്ള ഒരു മനോഭാവം
ഞങ്ങളുടെ സഭയുടെ മാത്രം കാര്യമല്ല, ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. ഇവിടെ ജീവിച്ച് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെന്ന് യുവാക്കളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന ജോസഫ് പെരുന്തോട്ടത്തിന്റെ പരാമർശത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: അവിടെ ജീവിക്കുന്ന മലയാളി, ആ മലയാളി ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തിയാൽ മതി എന്ന് ആഗ്രഹിച്ചു. എന്തായിരുന്നു അത്? വളരെ മുൻപല്ലാരോ, കോവിഡിന്റെ ഘട്ടത്തിൽ. എന്തേ അങ്ങനെ ചിന്തിക്കാൻ കാരണം? സിറോ മലബാർ സഭയ്ക്ക് സർക്കാരിനെ കുറിച്ച് പരാതി ഉണ്ടാകാനിടയില്ലെന്നും പ്രശ്നങ്ങളുണ്ടായപ്പോൾ സർക്കാർ നിഷ്പക്ഷമായി ഇടപെട്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പിന്നാലെ ജോസഫ് പെരുന്തോട്ടത്തിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പ്രായമായവരുടെ നാടായി കേരളം മാറുമോ? ഒരു ഉത്കണ്ഠയിൽ. ആ ഉത്കണ്ഠയ്ക്ക് മറുപടി കൊടുക്കേണ്ടത് ഞങ്ങളെല്ലാവരും ചേർന്നാണ്. ഭരണകൂടവും അതിന്റെ ഭാഗമായ ഞങ്ങൾക്കെല്ലാം അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ കാണാതെ പോകരുതെന്ന് മന്ത്രി വി.എൻ. വാസവന്റെ മറുപടി. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ മികവിന്റെ കേന്ദ്രങ്ങളായി സർവകലാശാലകളെയും കോളേജുകളെയും മാറ്റണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രതികരിച്ചു. സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് തലസ്ഥാനത്തൊരുക്കിയ സ്വീകരണത്തിൽ സാമുദായിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്ന് നിരവധി പേർ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. മുസ്ലിം ലീഗ് സമസ്തയെ തകർക്കുന്നുവെന്ന മന്ത്രി വി അബ്ദുറഹ്മാന്റെ പരാമർശത്തിനെതിരെ സമസ്ത സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയെ ആർക്കും തകർക്കാൻ കഴിയില്ലെന്നും ലീഗിന് അങ്ങനൊരു ചിന്തയില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു. മൊയ്ൻ അലി തങ്ങൾക്ക് മാത്രമല്ല ആർക്കു നേരെയും ഭീഷണി ഉയർത്താൻ പാടില്ലെന്നും സമസ്ത സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. മുസ്ലിം ലീഗ് സമസ്ത ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി നേട്ടം കൊയ്യാനാണ് CPIM ശ്രമം. ഇതിന്റെ തുടർച്ചയായിരുന്നു ലീഗ് സമസ്തയെ തകർക്കുകയാണെന്ന മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ പരാമർശം. എന്നാൽ സമസ്തയെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്നും മുസ്ലിം ലീഗിന് അത്തരമൊരു ചിന്തയില്ലെന്നും സമസ്ത സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു. മുസ്ലിം ലീഗ് ആരും തകർക്കണമെന്നുള്ള വിശ്വാസം നമുക്കില്ല. സമസ്തനെ ആരും തകർക്കും എന്നുള്ള വിശ്വാസവും ഇല്ല. സമസ്തനെ ഒരാൾക്കും തകർക്കാൻ പറ്റൂല, ആർക്കും പറ്റില്ല. മൊയ്ൻ അലി തങ്ങൾക്ക് നേരെയുള്ള ഭീഷണി സന്ദേശത്തിൽ സമസ്തയുടെ നിലപാടും അദ്ദേഹം വ്യക്തമാക്കി. കൈവെട്ടൊന്നും പറഞ്ഞതാവില്ല. അത് ചില ആവേശം ഉണ്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രസംഗത്തിന് പൊടിച്ചു കൂട്ടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അത് ശ്രദ്ധിച്ച് പ്രയോഗിക്കേണ്ടതാണ്. അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത്. സത്താർ പന്തല്ലൂരിന്റെ പ്രസംഗം വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും പ്രസംഗത്തിന്റെ ആവേശത്തിൽ സംഭവിച്ച അബദ്ധമാകാമെന്നുമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിശദീകരണം. 24 മലപ്പുറം. SSLC മോഡൽ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് 10 രൂപ വീതം ഈടാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലറിനെതിരെ KSU തീരുമാനത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പ്രതികരിച്ചു. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, ഇതിനു മുൻപ് കേൾക്കാത്തൊരു പരിപാടിയാണിത്. ഇതിനോട് മറ്റ് വിദ്യാഭ്യാസ സംഘടനകളും പ്രതികരിച്ചിട്ടുണ്ടോ? KSU എന്താണ് പറയുന്നത്? അനുജ, SSLC മോഡൽ പരീക്ഷ ഈ ഫെബ്രുവരി 18 മുതൽ ആരംഭിക്കുകയാണ്. 23 വരെയാണ് ഈ പരീക്ഷ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചതിനൊപ്പം ഈ മോഡൽ പരീക്ഷയിൽ പങ്കെടുക്കാൻ 10 രൂപ പിരിവ് നടത്തണമെന്നൊരു ഉത്തരവ് സർക്കാർ ഇട്ടത്. അത് വിചിത്രമായ ഒരു ഉത്തരവാണ്. അതിനെതിരെ വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞു. ഏറ്റവും ആദ്യം വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ KSU ആണ് ഇതുമായി ബന്ധപ്പെട്ട ഈ സർക്കാരിന്റെ ഈ തീരുമാനം പ്രതിഷേധാർഹമാണ് എന്നുള്ള പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. മാത്രമല്ല, സംസ്ഥാനമൊട്ടാകെ സർക്കാരിന് വേണ്ടി ഭിക്ഷയാചിച്ചുകൊണ്ട് ചട്ടിയെടുക്കൽ സമരം എന്ന നിലയിൽ ഒരു സമരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടത്താനാണ് KSU ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പറഞ്ഞത്. സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. നാളെയും മറ്റന്നാളുമായി മുഴുവൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്കും KSU ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട്. മാത്രമല്ല, KSU ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രസ്താവന സർക്കാരിന് പണമില്ലെങ്കിൽ അത് വിദ്യാർത്ഥികളിൽ നിന്നും പിരിക്കേണ്ട സാഹചര്യമില്ല. അതിന് സർക്കാർ മുതിർന്നാൽ സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം രൂപപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഉത്തരവ് എത്രയും വേഗം പിൻവലിക്കണം. അതിന് തയ്യാറായില്ലെങ്കിൽ വലിയ തരത്തിലുള്ള സമരങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് KSUവിന്റെ മുന്നറിയിപ്പ്. SSLC മോഡൽ പരീക്ഷയ്ക്ക് മുന്നോടിയായി വിദ്യാർത്ഥികളിൽ നിന്ന് പണപ്പിരിവ് നടത്താനുള്ള സർക്കാർ സർക്കുലറിനെതിരെയാണ് ഇപ്പോൾ KSU സമരത്തിനൊരുങ്ങുന്നത്. തൃശൂരിന് പിന്നാലെ പാലക്കാട്ടും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുത്തുമായി കോൺഗ്രസ് പ്രവർത്തകർ. പാലക്കാട് ഒലവക്കോട് റെയിൽവേ കോളനിയിലാണ് VK ശ്രീകണ്ഠൻ MPക്ക് വോട്ട് തേടി ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. തന്റെ അറിവോടെ അല്ലെന്ന് VK ശ്രീകണ്ഠൻ പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെട്ട INTUC രംഗത്തെത്തി. തൃശൂരിൽ TN പ്രതാപന് വേണ്ടി ഒരു വിഭാഗം പ്രവർത്തകർ പ്രചരണം ആരംഭിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പാലക്കാടും സമാന സംഭവം. പാലക്കാട് ഒലവക്കോട് റെയിൽവേ കോളനിയിലാണ് പുതുപ്പരിയാരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുവരെഴുതിയത്. തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തിയും വരച്ചു ചേർത്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങും മുൻപേ ചുവരെഴുതിയത് കോൺഗ്രസിനുള്ളിൽ എതിർപ്പിനിടയാക്കിയിട്ടുണ്ട്. ചുവരെഴുത്ത് തന്റെ അറിവോടെയല്ലെന്നാണ് VK ശ്രീകണ്ഠൻ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേതൃത്വത്തോട് സീറ്റ് ആവശ്യപ്പെട്ട് INTUC രംഗത്തെത്തി. ആലപ്പുഴയിൽ പരിഗണിക്കണമെന്നാണ് ആവശ്യം.
തൊഴിലാളികളുടെ വോട്ട് ലഭിച്ചാലേ കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയൂവെന്ന് സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ പരിഗണന നൽകുന്നത് ട്രേഡ് യൂണിയൻ നേതാക്കൾക്കാണെന്നും ആർ ചന്ദ്രശേഖരൻ. INTUCക്ക് അർഹമായ പരിഗണന നിർബന്ധമായി കിട്ടണം എന്ന് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ആരുടെയും ഒരു സൗജന്യം കൊണ്ടല്ല, നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അവരുടെ ഏറ്റവും പ്രമുഖമായ പരിഗണന കൊടുക്കുന്നത് അവരുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്കാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് അങ്ങനെ മാറി ചിന്തിച്ചേ മതിയാവൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പരസ്യ പ്രതികരണങ്ങൾക്കും സ്ഥാനാർത്ഥി ചർച്ചകൾക്കും വിലക്ക് നിലനിൽക്കെയാണ് ചുവരെഴുത്തുകളും സീറ്റ് ആവശ്യങ്ങളും. 24 പാലക്കാട്. തിരുവനന്തപുരം നഗരത്തിലോടുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചെലവ് കണക്കുകൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ ഗതാഗത മന്ത്രിക്ക് അതൃപ്തി. മന്ത്രി KB ഗണേഷ് കുമാർ KSRTC ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി. ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്ന പ്രസ്താവനയാണ് മന്ത്രി KB ഗണേഷ് കുമാറിന് തലവേദനയായത്. KSRTC വാർഷിക റിപ്പോർട്ടിൽ കഴിഞ്ഞ 9 മാസത്തിനിടെ ഇലക്ട്രിക് ബസ് വഴി 2.89 കോടി രൂപ ലാഭം കിട്ടിയെന്ന കണക്ക് ഇന്നലെ പുറത്തു വന്നു. അതിനിടെയാണ് ഇന്ന് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത്. CMD ബിജു പ്രഭാകർ സിഡ്നിയിൽ പോയതിനാൽ ജോയിന്റ് MD പ്രമോദ് ശങ്കർ മന്ത്രിക്ക് വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറി. തനിക്ക് കിട്ടും മുൻപേ മാധ്യമങ്ങൾ കണക്ക് വാർത്തയാക്കിയതിൽ മന്ത്രി ഉദ്യോഗസ്ഥരെ ശകാരിച്ചു. പിന്നാലെ വിശദീകരണവും തേടി. വിഷയത്തിൽ CPM ഇടപെട്ടതിനു ശേഷം മന്ത്രി പരസ്യ പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല. റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷമേ മന്ത്രി ഇനി പ്രതികരിക്കാൻ സാധ്യതയുള്ളൂ. 24 തിരുവനന്തപുരം. വാർത്താമഴ അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.